ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും കൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. അതും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം, അധികം ലാഗ് അടുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്, കാരണം ഇത് തീർത്തും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വരെ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റ്സിനോട് മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വീഡിയോൻ്റെ കംപ്ലീറ്റ് അനലിറ്റിക്സ് നിങ്ങൾക്ക് അതിൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനൊരു ഷോർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ നിന്ന് റാൻഡായിട്ട് ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാപ്ഷന് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്യാച്ചി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ കാണുന്നവർക്ക് പെട്ടെന്ന് കാണാൻ തോന്നുന്ന തരത്തിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോക്ക് കുറച്ച് വ്യൂസ് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ആ ക്യാപ്ഷൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഹാഷ്ടാഗ്സും കൂടെ കൊടുക്കുക. അത് നിങ്ങളുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കുക. അല്ലാത്തത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന, അതായത് നിങ്ങളുടെ വീഡിയോ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണോ ആ വീഡിയോ കാണുന്നവരിലേക്ക് നിങ്ങളുടെ വീഡിയോ സജഷനായിട്ട് പോകില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ക്രാഫ്റ്റ് ചാനലാണെങ്കിൽ ക്രാഫ്റ്റ് ചാനലിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടൈറ്റിലിൻ്റെ പാർട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിൽ സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ വീഡിയോയിലുള്ള കണ്ടൻറ്റിനെ പറ്റിയിട്ട് കണ്ടൻറ്റിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി പിക്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് കാണുമ്പോഴും നമുക്ക് ആളുകൾക്ക് എന്താണ് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഒപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ ക്യാപ്ഷൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് തംബ്നെയിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഇതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ക്യാപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്ററും കൂടെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൽ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണം. അതായത് അപ്ലോഡ് ഷോട്ട് നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ചും കൂടെ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതേപോലെ സൈഡിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് നോക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾക്ക് കാണാം ഇതിൽ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നും അതേപോലെ ആഡ് ടാഗ്സ് എന്നുള്ള 2 ബോക്സസ്. അത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. കാരണം അത് അങ്ങനെ വരില്ല. നമ്മൾ ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ 2 ബോക്സസ് അപ്പിയർ ആവുള്ളൂ. അപ്പോൾ ഈ 2 ബോക്സസിലാണ് നമ്മുടെ മെയിൻ പണികൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു എന്തെങ്കിലും സെൻറ്റൻസ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ക്യാപ്ഷൻ തന്നെ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണോ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ്, ടെക്കാണെങ്കിൽ ടെക്ക്, ഗെയിമാണെങ്കിൽ ഗെയിം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹാഷ്ടാഗ്സ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഹാഷ്ടാഗ്സ് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഈ വീഡിയോൻ്റെ വ്യൂസും കൂടുന്നുള്ളതാണ് കേട്ടോ കാര്യം. അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ചിട്ട് കുറേ വാരി വലിച്ചങ്ങ് കൊടുക്കാൻ വേണ്ട. നിങ്ങളുടെ ക്രാഫ്റ്റ് വീഡിയോ ആണെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഹാഷ്ടാഗ്സ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. പിന്നെ ഈ ഹാഷ്ടാഗ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സംഭവം കൊടുക്കാനുണ്ട്. അതായത് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ കീവേഡ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതും കൂടെ ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും സ്പീഡിൽ പറഞ്ഞു പോകുന്നതിൽ കൂടെ നിങ്ങൾ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തു. ഇനി നമ്മളിതിന് വിസിബിലിറ്റി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വിസിബിലിറ്റി സെറ്റ് ചെയ്യുന്നത്. അതായത് പ്രൈവറ്റ് നോക്കിയിട്ട് സ്കെഡ്യൂൾ നിൽക്കും. എന്നിട്ട് ഞാൻ അതിൽ പോയിട്ട് ഞാൻ ഏത് ദിവസമാണോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഡേറ്റ് സെലക്ട് ചെയ്യും. ശേഷം ഞാൻ ഏത് ടൈമിനാണോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ ടൈമും കൂടെ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നോർമലി വിസിബിലിറ്റി സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ട് ഈ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് ആ വീഡിയോ അനലൈസ് ചെയ്തിട്ട് അതിൽ കോപ്പിറൈറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യും നോക്കും.
അപ്പോൾ അതിന് ഈ ഒരു ടൈം നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതാണ് സെലക്ട് ഓഡിയൻസ്. ഇതിൽ മിക്കവാറും ആളുകൾ ചെയ്യുന്നൊരു തെറ്റുണ്ടായിരിക്കും. അതായത് യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ടാവും. അത് ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതി വ്യൂസ് പോയി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്സിനുള്ള വീഡിയോസിലാണ് നിങ്ങളുടെ വീഡിയോ സജഷനായിട്ട് പോവുക. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ് അടിക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ വീഡിയോ ക്രാഫ്റ്റ് ആണെങ്കിൽ അതിപ്പോൾ കുട്ടികൾക്കുള്ളതാണെങ്കിൽ കൂടി നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റായിരുന്നു. ഇത് ഞാൻ എപ്പം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് വ്യൂസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റിലേറ്റഡ് വീഡിയോ. ഈ റിലേറ്റഡ് വീഡിയോയിൽ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും വീഡിയോ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലോങ് വീഡിയോന് ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോ നിങ്ങൾക്ക് ഈ റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആൾട്ടേഡ് കണ്ടൻറ്റ്, അത് നോ കൊടുക്കുക. അതെന്ന് വെച്ചാൽ AI ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് നോ കൊടുക്കുക. പിന്നെ നമുക്ക് ലൊക്കേഷനൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇനി സെലക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതായത് ടാഗ്സ് കൊടുക്കുന്ന ടാഗുകൾ കൊടുക്കുക. അതായത് നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മളൊരു കോമ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബോക്സസ് ആയിട്ട് വരും കേട്ടോ. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇതിൽ കൊടുക്കാൻ പറ്റും. അതിന് എത്ര ലിമിറ്റ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാഗ്സുകൾ നിങ്ങളിവിടെ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ വീഡിയോയിനുള്ള വ്യൂസും റീച്ചൊക്കെ കിട്ടാൻ ഹെൽപ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കമൻറ്റ് സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൺ ആക്കണോ ഓഫ് ആക്കണോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. എപ്പോഴും ഓൺ ആക്കിയിടുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ സജഷൻസൊക്കെ അറിയാൻ ഈ കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കിയിടുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും സെറ്റിങ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വ്യൂസിലുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ കീവേഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് സേവ് നെക്കിയിട്ട് ഞാൻ ഈ വീഡിയോ അവിടെ തന്നെ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ മെയിൻ പേജിലേക്ക് ഞാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്നുള്ളൊരു ഓപ്ഷനും കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നമുക്ക്, അതായത് നമ്മുടെ പേജിൽ വരുന്ന എല്ലാ സജഷൻ വീഡിയോസും ബ്ലാങ്ക് ആവും. അതായത് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിലേക്ക് മാറിയെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വീഡിയോക്ക്, അതായത് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ആയതിനെക്കൊണ്ട് ഞാൻ ക്രാഫ്റ്റ് നടിച്ചപ്പോൾ ഇതുപോലെ താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ കംപ്ലീറ്റ് കുറേ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നെയിംസുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ വീഡിയോക്കുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീവേഡ്സുകൾ കംപ്ലീറ്റ് നിങ്ങളൊന്ന് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് എഴുതി വെക്കുക. അതേപോലെ ഇത് റിലേറ്റഡ് ആയിട്ട് DIY ക്രാഫ്റ്റ് എന്ന് ഞാൻ അടിക്കുമ്പോൾ ഇതുപോലെ ഇത് നമ്മുടെ DIY ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീണ്ടും കുറച്ചും കൂടെ കീവേഡ്സ് നമുക്ക് കിട്ടും. ഇതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മുടെ ഹാഷ്ടാഗ്സിൻ്റെ താഴെ അയച്ച് നമ്മൾ ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മോസ്റ്റ് കോമൺലി ആളുകൾ നമ്മുടെ ക്രാഫ്റ്റ് ചാനലിന് വേണ്ടിയിട്ട് അടിക്കുന്ന കീവേഡ്സ്. അപ്പോൾ ഇത് അവർക്കൊക്കെ സജഷനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും കേട്ടോ. വ്യൂസും കിട്ടും, പിന്നെ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബേഴ്സും കൂടും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതെന്ന് ചെയ്യാൻ തുടങ്ങിയോ അതിനുശേഷം എനിക്ക് വീഡിയോസിൻ്റെ വ്യൂസിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നല്ലൊരു ചേഞ്ച് ഉണ്ടായി. എൻ്റെ ഒരു വീഡിയോ ഓൾമോസ്റ്റ് 1 മില്യൺ ആവാനായി കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. അതെല്ലാ വീഡിയോസിനും കിട്ടില്ല, പക്ഷെ എന്നാലും എനിക്കൊരു 5K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് എനിക്കൊരു 1 മില്യൻ്റെ, അതായത് 9 ലാക്ക് കേട്ടോ വ്യൂസ് ആയിട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കിട്ടാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിലും കൂടുതൽ ടിപ്സും ട്രിക്സുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ എനിക്കറിയുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഈ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തംബ്നെയിൽ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മിക്കവാറും അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ സെറ്റിങ്സും നിങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂസിൽ നിങ്ങൾക്ക് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചെങ്കിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളിതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ.